നിങ്ങൾ ബാറിന്റെ ദാസൻ മാസ്റ്റർ ജോർജ് ഉമ്മൻ ഇവരെ തമ്മിൽ യോജിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പരീക്ഷന്മാർ യേശുവിന്റെ അടുക്കൽ നിന്ന് ചോദിച്ചപ്പോൾ വിവാഹ മോചനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞത് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യരാരും വേർതിരിക്കും. ആദാമിന് ഒരു തക്ക തുണയെ ഉണ്ടാക്കി കൊടുത്ത കർത്താവ് ഇന്നുവരെ ആ കാര്യം നിറവേറ്റി വരുന്നു. ദൈവജനം പരിശോധിച്ചാൽ ദൈവസഭയുടെ ഉപദേശത്തെക്കുറിച്ച് ഇന്നാരൊക്കെ ഇന്നതൊക്കെ നടത്തി എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ വിവാഹ ശുശ്രൂഷ ആര് നടത്തിയെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. കാരണം ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യരാരും വേർതിരിക്കരുത്. ആ ദൈവനാമത്തിൽ ഇവരുടെ കൈകൾ ചേർത്ത് പിടിച്ച് ഉഭയസമ്മതവാചകം ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞു. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധാനത്തിലിരിക്കാം. ഈ വിവാഹത്തെക്കുറിച്ചുള്ള ദൈവവചനം വിവാഹവേളയിലാണ് അറിയിക്കേണ്ടത്. പക്ഷെങ്കിൽ ഇന്നധികം സമയമില്ല. ഈ പ്രിയപ്പെട്ടവരെ ഉദ്ദേശിച്ച് പറയുന്നെങ്കിലും വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവരും ഇനി ഏർപ്പെടാനുള്ളവർക്കും കൂടെ ഈ ദൈവവചനത്തിൻ്റെ ആലോചന വളരെ അനുഗ്രഹകരമാണ്. ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് പല വാഴ്ചകളും പറ്റിയിട്ടുണ്ടെങ്കിൽ, കരുതാൻ സാധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ക്രമീകരിക്കാനുള്ള അവസരം കൂടെയാണ്. ബന്ധത്തിൽ ഏർപ്പെടുവാൻ താല്പര്യപ്പെടുന്നവരും ഇതറിഞ്ഞ് ഏതെല്ലാം വിധത്തിലായിരിക്കണം കുടുംബജീവിതത്തിൽ കരുതേണ്ടത് എന്ന് മനസ്സിലാക്കുവാൻ തന്നെ കഴിയുന്നു. അങ്ങനെ യഹോവയായ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു, യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു. ഏറ്റവും അനുഗ്രഹകരമായിത്തീരും. ഈ പ്രിയപ്പെട്ടവർ ദൈവഭക്തിയിൽ വളർത്തപ്പെട്ട് അവരുടെ മാതാപിതാക്കന്മാർ രണ്ടുപേരുടെയും മാതാപിതാക്കന്മാർ ദൈവത്തെ സേവിക്കുന്ന ദൈവഭക്തിയിൽ ജീവിക്കുന്നവരും അവരുടെ മക്കളെ ആ നിലയിൽ വളർത്തുവാൻ ഇടയായി തീർന്നു. ഈ വരനെ കുറിച്ചും എനിക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ ശൈശവ പ്രായം മുതൽ തന്നെ എനിക്കറിയാവുന്നതാണ്. ആ പ്രിയപ്പെട്ടവരെ ദൈവഭക്തിയിൽ അവരെയും വളർത്തുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഇവരുടെ വിവാഹ ജീവിതം ഏറ്റവും അനുഗ്രഹകരമായി തീരും എന്നുള്ള പ്രത്യാശ എനിക്കുണ്ട്. ഞാൻ ദൈവവചനത്തിൽ നിന്ന് കാര്യങ്ങളൊന്നും വിശദീകരിക്കുന്നില്ല. കർത്താവിൻ്റെ ദാസന്മാരെ ഇന്ന് ദൈവവചനം നമ്മെ അറിയിക്കും. ഇന്ന് വധുവിൻ്റെ ഭാഗത്തു നിന്ന് ദൈവവചനം ശുശ്രൂഷിക്കാൻ പാസ്റ്റർ രാജു പൂക്കാല നമ്മുടെ മധ്യത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ദാസന്മാരെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കും. ഇന്നത്തെ വിവാഹ ശുശ്രൂഷ ആശ്രയിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യനായ ഇന്ത്യൻ പെന്തക്കോസ്റ്റ് ദിവസത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പാസ്റ്റർ ജോർജ് ഉമ്മൻ, ഈ സൺഡേ ശുശ്രൂഷ വഹിക്കുന്ന കർത്താവിൽ ബഹുമാന്യനായ പാസ്റ്റർ CM ജോർജ്, കർത്താവിനെ മുൻകൊണ്ട് ധ്വാനിക്കുന്ന ശ്രേഷ്ഠന്മാരായ ദേവദാസന്മാർ, വിവാഹത്തിലാകാൻ കടന്നുവന്നിരിക്കുന്ന ബെഞ്ചി, ജോളി, ഇരുകുടുംബങ്ങൾ കടന്നുവന്നിരിക്കുന്ന എല്ലാ മാന്യ സഹോദരി സഹോദരന്മാർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹ വന്ദനം അറിയിക്കുകയാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ ഇന്ന് വിവാഹത്തിൻ്റെ ശുശ്രൂഷയിൽ ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന, ഞാൻ വളരെ മാനിക്കുന്ന, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവദാസനാണ് ഇന്നത്തെ വധുവിൻ്റെ പിതാവ് പാസ്റ്റർ KG സാമുവേൽ. 30-35 വർഷക്കാലമായി വടക്കേന്ത്യയിൽ വളരെ ത്യാഗമനോഭാവത്തോടുകൂടെ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് വേണ്ടി അത്യുത്ഥാനം ചെയ്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട ദേവദാസനാണ് KG സാമുവേൽ. തുടർന്ന് അദ്ദേഹം അമേരിക്കയിലെ
ഇന്ത്യ ക്രിസ്ത്യൻ അസംബ്ലിയുടെ അസിസ്റ്റന്റ് മാസ്റ്ററായി സേവനമനുഷ്ഠിക്കുകയും ഇപ്പോൾ ഫിലഡൽഫിയയിലുള്ള IPC സഭയുടെ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുടുംബ സുഹൃത്താണ് ദേവദാസനും കുടുംബാംഗങ്ങളും. 95-ലും 97-ലും ഞാൻ അമേരിക്കയിലായിരുന്നപ്പോൾ ആ കുടുംബത്തിൽ പോകുവാനും അവരുടെ സ്നേഹങ്ങളിൽ പങ്കുകൊള്ളുവാനും കർത്താവിൻ്റെ അവസരം നൽകിയിട്ടുണ്ടായി. പറയുന്നത് ഒട്ടും അതിശക്തിയല്ല. ഫെയ്ത്ത് ഹോമിൽ താമസിച്ച് സുവിശേഷത്തിലേക്ക് വേണ്ട കൈത്താൻ കൊടുത്ത രംഗീപ്പെട്ട കുടുംബമാണ് താനും എൻ്റെ ഭാര്യയും തൻ്റെ കുഞ്ഞുങ്ങളും. ആ കുഞ്ഞുങ്ങൾ 3 പേരും തികഞ്ഞ ആത്മീയരാണ്. ഒരു മകളുടെ കുമരനായി അറിയാൻ കഴിഞ്ഞു. മറ്റൊരു മകളുടെ കലിശിൻ്റെ ഏറ്റവും സ്നേഹിതൻ ജെയിംസ് അച്ഛൻ്റെ മകനെ വിവാഹം കഴിച്ചു. ഇന്ന് ഈ പുതിയ പൈതൽ വിവാഹം നടക്കുകയാണ്. ഈ കുഞ്ഞുങ്ങൾ 3 പേരും അമേരിക്കയിലായിരുന്നുവെങ്കിലും അവിടുത്തെ സഭയ്ക്കും ദേശത്തിനും മാന്യമായി സാക്ഷ്യം പുലർത്തി വളരെ ആത്മീയ നിലവാരം പുലർത്തുന്ന, ആരോട് ചോദിച്ചാലും നല്ലത് മാത്രം പറയാൻ കഴിയുന്ന 3 കുഞ്ഞുങ്ങളാണ് ഈ പാസ്റ്റർക്കുള്ളത് എന്ന് ഞാൻ നേരിട്ട് പോയി കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ ഒരു തെളിവാണ് അവിടെയുള്ള പല കുഞ്ഞുങ്ങളും അമേരിക്കയിൽ തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നാട്ടിൽ വന്ന് ഇവിടെ നിന്ന് വിവാഹം കഴിക്കുവാൻ അവർ താല്പര്യപ്പെട്ടത് തന്നെ അതിന് തെളിവാണ്. പ്രിയ പാസ്റ്റർ നല്ലൊരു സംഘാടകനാണ്, നല്ലൊരു എഴുത്തുകാരനാണ്, നല്ലപോലെ പാട്ട് അദ്ദേഹം രചിക്കുകയും കാസറ്റ് ഇറക്കുകയും ചെയ്യും. നല്ലപോലെ പ്രസംഗിക്കാൻ തന്നെ കഴിവുണ്ട്. അതൊക്കെ തന്നെ ഉണ്ടെങ്കിലും വളരെ താഴ്മയും എളിമയുമുള്ള ദേവദാസനാകുകയാണ്. ഇന്ന് ആ കുടുംബത്തിൻ്റെ സന്തോഷത്തിൽ എനിക്കൂടെ പങ്കുകൊള്ളുവാൻ ഇടയായതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അക്കാലം മുഴുവൻ ശക്തിയോടെ നടത്തുവാനും സൗഭാഗ്യകരമായ സന്തോഷകരമായ കുടുംബത്തെ കെട്ടിപ്പടുക്കുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. ആഗോള വ്യാപകമായി കുടുംബജീവിതത്തിന്റെ ഭദ്രതയെക്കുറിച്ച് പഠിക്കുവാനായി ഒരു സംഘം പുറപ്പെട്ടിട്ടുണ്ട്. അവർ റിപ്പോർട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പഠിച്ചു, വായിക്കാൻ ഒരു മാസിക വന്നതാണ്. അവരെ ആഗോള വ്യാപകമായി പഠിച്ചിട്ട് അവർ കമ്മിറ്റി ചെയ്യുന്ന കാര്യം ഇങ്ങനെയാണ്: നമ്മൾ കേരളത്തിൽ പ്രത്യേക സെൻട്രൽ ട്രാവൽ ട്രിവാൻഡ്രം കഴിഞ്ഞോട്ട് കോഴിക്കോടിന് ഇപ്പുറമുള്ള സ്ഥലങ്ങളിൽ കുടുംബജീവിതം മറ്റേതൊരു രാജ്യത്തെക്കാളും ഭദ്രമാണ്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ വളരെ സ്നേഹമായിരിക്കുന്നു, കുഞ്ഞുങ്ങൾ വളരെ അനുസരണമുള്ളതായിരിക്കുന്നുവെന്ന് കണ്ടെത്തുവാനും കഴിഞ്ഞു. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പിന്നത്തെ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. നമ്മുടെ പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു, അവർ കണ്ണീർ പൊടിക്കുന്നവരായിരുന്നു. അവർക്ക് ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ ലിറ്ററേച്ചറോ ഒന്നും അറിയാൻ വയ്യായിരുന്നെങ്കിലും അവർ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരായതുകൊണ്ട് തലമുറകളെ ദൈവം അംഗീകരിച്ചു, തലമുറകളെ ദൈവം മാനിച്ചു. അവർ ആത്മീയ തീരുമാനം ദൈവം തീർത്തുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഇന്ന് മലയാളം കെട്ടിപ്പടുക്കുന്ന ഈ മനോഹരമായ കുടുംബജീവിതം സന്തോഷമായി തീരുവാൻ ദൈവം സഹായിക്കണം. നിങ്ങളെ ഞാൻ ചില വാക്കുകൾ പറയട്ടെ. ഇവിടെ വീഡിയോ ഉണ്ട്, ഫോട്ടോ ഉണ്ട്, ഇത് കഴിഞ്ഞ് മനോഹരമായ ഇഷ്ടപ്പാടുണ്ട്, എല്ലാം നല്ല സ്വീകരണങ്ങൾ. ജീവിതം എപ്പോഴും ഇങ്ങനെയായിരിക്കും ചിന്തിക്കല്ലേ. ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. അമേരിക്കയിലേക്ക് പോയ ഒരു കപ്പൽ വളരെ ശക്തമായ ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ കപ്പലിന്റെ ആ ശാന്തമായ പോക്ക് കണ്ട് രണ്ടു യാത്രക്കാർ ഓടി കപ്പിത്താൻ മുറിച്ചെന്ന് പറഞ്ഞു, നമ്മുടെ യാത്ര എത്ര നല്ല യാത്രയാണ് അല്ലേ കപ്പിത്താനെ? ഓ, ഒരു കാറ്റില്ല, ഒരു ഓണമില്ല, ഒരു തിരമാലയില്ല, എത്ര ശാന്തമായിരിക്കുന്നു. ഉടനെ ആ സന്ദർഭത്തിൽ പിടിച്ചാൽ നമുക്ക് സന്തോഷമായി അമേരിക്കയിൽ എത്തുവാനായി കഴിയും. സുഹൃത്തുക്കളെ, കുഞ്ഞുങ്ങളെ, ഞാനൊരു കാര്യം പറയട്ടെ. എപ്പോഴും ജീവിതം ഇങ്ങനെ ആയിരിക്കുന്നില്ല. ഓണങ്ങൾ വരും, തിരമാലകൾ വരും. വരുമ്പോൾ ഓർത്തോടുക, നിങ്ങൾ കയറിയ പാടകം മുങ്ങിപ്പോകാതെ നിങ്ങളുടെ നാലാമത്തിൽ കാറ്റിനെ കാലിനെ ശാന്തമാക്കിയ ദൈവത്തിന്റെ കരം നിങ്ങളുടെ ഉണ്ടായിരിക്കും. നിങ്ങൾ തീരറിയപ്പെട്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ തീയിൽ നാലാമനായി എഴുതി വന്ന ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ഉണ്ടായിരിക്കും. സിംഹത്തിന്റെ കുഴിയിൽ ധരിക്കപ്പെടുമ്പോൾ സിംഹത്തിന്റെ വായടച്ച ദൈവത്തിന്റെ കരം നിങ്ങളുടെ ഉണ്ടായിരിക്കും. ആനാവിലെ കല്യാണത്തിന് വീഞ്ഞു തീർന്നു പോയി. ഏത് കല്യാണ വീട്ടിലും വീഞ്ഞു തീരും. നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, സാമ്പത്തിക ഞെരുക്കൾ വരുമ്പോൾ, വീഞ്ഞു തീരുമ്പോൾ ഒരു കാര്യം ഓർത്തോണം. നാട്ടുകാരോട് പറയണ്ട, അയൽവക്കക്കാരോട് പറയണ്ട, സഭയിലെ പാസ്റ്ററോട് പറയാൻ പോകണ്ട. നിങ്ങളുടെ പേര് മുട്ടുകുത്തി നാലാവിലെ കല്യാണത്തിന് വന്ന യേശുവോട് പറഞ്ഞതുപോലെ ആദ്യത്തെക്കാൾ അന്ത്യം നല്ല വീട് പകരുന്ന സർവശക്തനായ ദൈവം ഉണ്ടായിരിക്കും. അങ്ങനെ പ്രാർത്ഥനയോടെ മുന്നേറിയാൽ സൗഭാഗ്യകരമായ ഒരു കുടുംബം നയിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും. സമ്മതികൾ, ആരോഗ്യങ്ങൾ സർവശക്ത ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാം